പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീതേജിനെ ആശുപത്രിയിൽ സന്ദർശിച്ച് അല്ലു അർജുൻ. സെക്കന്ദരാബാദിലെ കിംസ് ആശുപത്രിയിൽ എത്തിയാണ് കണ്ടത്. ശ്രീതേജിന്റെ അമ്മ രേവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരുന്നു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. റഹീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ കുട്ടിയെ സന്ദർശിക്കാൻ അല്ലു അർജുൻ എത്തി എന്നുള്ളത്. പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എന്നാണോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ അല്ലു അർജുൻ ഈ കുട്ടിയെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ എത്താൻ തയ്യാറായിരുന്നു. പലതവണ പോലീസിനോട് അതിന് അനുമതി തേടിയതുമാണ്. പക്ഷേ ആരാധകർ തിക്കിക്കൂടാനുള്ള കാരണം, രണ്ടാമതൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം, അതൊക്കെ കൊണ്ട് അല്ലു അർജുൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി അല്ലു അർജുൻ ഇത്തരത്തിൽ കിംസ് ആശുപത്രിയിൽ, സെക്കന്ദരാബാദിലെ കിംസ് ആശുപത്രിയിലേക്ക് എത്തിയത്. അവിടെ എത്തി കുട്ടിയെ കണ്ടു. ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു മാസത്തിലധികമായി കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ അല്ലു അർജുന്റെ കുടുംബാംഗങ്ങളൊക്കെ കുട്ടിയെ വന്ന് കണ്ടിരുന്നു. പുഷ്പ 2യുടെ നിർമ്മാതാക്കൾ എത്തി കുട്ടിക്ക് ധനസഹായം കൈമാറിയിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അല്ലു അർജുൻ നേരിട്ട് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രൊഡ്യൂസർ ദിൽ രാജുവും ഈ കുട്ടിയെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ശ്രീതേജിന്റെ നിർബന്ധപ്രകാരമാണ് അമ്മ രേവതി അന്ന് സിനിമ കാണാൻ പോകുന്നത്. അതിനുശേഷമാണ് അവിടെ ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് രേവതി മരിക്കുകയും ശ്രീതേജിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. എന്നാൽ ശ്രീതേജിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നതാണ് വിവരം, മുഹമ്മദ് റഹീസ്. അനുജ, കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ്. ശരിക്കും അതീവ ഗുരുതരമല്ല. അത് കഴിഞ്ഞ ആഴ്ചയോടുകൂടി ആ ഒരു തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയൊക്കെ മാറിയിരുന്നു. എന്തായാലും ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുറച്ചുനാൾ കൂടി കുട്ടിക്ക് ആശുപത്രിയിൽ തുടരേണ്ടി തന്നെ വരും. ശരി, പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീചേതനെയാണ് ആശുപത്രിയിൽ അല്ലു അർജുൻ സന്ദർശിച്ചത്. കിംസ് ആശുപത്രിയിൽ, സെക്കന്ദരാബാദിലെ കിംസ് ആശുപത്രിയിൽ എത്തിയാണ് ശ്രീതേജിനെ കണ്ടത്.